വേദപുസ്തകത്തിലൊരു വാക്ക് ഇപ്രകാരം പറയുന്നുണ്ട്: നിന്റെ പഞ്ച ഇന്ദ്രിയങ്ങൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ രഹസ്യത്തിലെ പിതാവിനോട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുവാൻ. പലപ്പോഴും അതിൻ്റെ അർത്ഥം അറിയാത്ത ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം ശരിക്കും ഈ കാണുന്ന കാഴ്ചയാണ്. എത്ര കോലാഹലത്തിനിടയിലും, എത്ര ശബ്ദത്തിനിടയിലും, എത്ര പ്രശ്നങ്ങളിടയിലും നമുക്ക് നമ്മുടെ പിതാവിനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കണമെങ്കിൽ അത് പ്രാർത്ഥിക്കാൻ കഴിയണം. അത് ആ സാഹചര്യമല്ല, ഇല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരും ബഹളങ്ങളല്ല നമുക്കപ്പോൾ ആവശ്യം. നമുക്ക് പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ കഴിയണം. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്നത്. പഞ്ച ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മൂക്ക്, നാവ്, കണ്ണ്, ത്വക്ക്, ചെവി എന്നിവ അടച്ചുകൊണ്ടാണ് ഈശ്വരൻ പ്രാർത്ഥിക്കാൻ ആ ഭേദഭാഗത്ത് പറയുന്നത്. ഇന്ന് ഞാൻ HMTയും കളമശ്ശേരിക്കും ഇടയിൽ വരുന്ന വഴി കണ്ടൊരു കാഴ്ചയാണ് എന്നെ അത്ഭുതപ്പെടുത്തി. ഇത്രയും ശബ്ദത്തിനിടയിൽ ആ പ്രിയ സഹോദരൻ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം ഞാൻ നിന്നുപോയി. ഞാൻ ഓപ്പോസിറ്റ് പോവുകയായിരുന്നു. അപ്പോൾ രണ്ട് സഹോദരങ്ങൾ അവിടെ കരിമ്പും ജ്യൂസും അതുപോലെ തന്നെ കരിക്കും വിൽക്കുന്നതാണ്. എന്തായിരുന്നാലും ഞാൻ അങ്ങോട്ട് പോയി ആ വീഡിയോ എല്ലാം എടുത്തു. അവിടെ നിന്നൊരു കരിക്ക് വാങ്ങി കുടിച്ചു. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്ര പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും തളർന്നു പോകാതെ നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് ഈ കുഞ്ഞിൻ്റെ പ്രാർത്ഥനയോടെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഒത്തിരി സന്തോഷം തോന്നി.